ഇൻസാനിലെ ലാവണ്യ കൊട്ടാരത്തിൻ കല്ലാൽ നിന്നെ ഹിജാബിൽ തുന്നിയതാരേ ഹിലാലിന്റെ മാനത്തെ വൈരക്കല്ലിൻ മുത്താലിന്റെ കിനാവ് കിലോക്കിയ ഹാലേ കനിയെ കനിയെ മുല്ലപ്പൂവിൻ ചിരിയെല്ലാം തന്നെ പതിയെ പതിയെ. Hello guys, welcome back to my channel. Hope you all are doing well. So ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനെയിൽ ആൻഡ് ക്യാപ്ഷനിലൊക്കെ കണ്ടതുപോലെ ഈദ് വിശേഷങ്ങളാണ്. അതിന് കൂടാതെ ഗീവ് അവേ റിസൾട്ട്സും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക. നമ്മുടെ 2 ഗീവ് അവേയുടെ വിന്നറിനെ നമ്മൾ ഇതിലൂടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മുടെ മന്ത്ലി ഗീവ് അവേയുടെ വിന്നർ, അതായത് നമ്മൾ ജനുവരിയിലും ഫെബ്രുവരിയിലും വിന്നറിനെ സെലക്ട് ചെയ്തത് ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ മാർച്ച് മന്തിലെ വിന്നറിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് ഞാനൊരു കുഞ്ഞു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. എ ലെറ്റർ വെച്ചിട്ട് ഒരു ജേണൽ അല്ലെങ്കിൽ ഒരു ഡയറി, അത് എ എന്ന് പേരിൽ സ്റ്റാർട്ട് ചെയ്യുന്ന, എ വെച്ചിട്ട് പേര് സ്റ്റാർട്ട് ചെയ്യുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കും. അപ്പോൾ എ വെച്ചിട്ട് പേരുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും റാൻഡമായിട്ട് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 വിന്നേഴ്സിനെ നമ്മൾ ഈ വീഡിയോയുടെ എൻഡിലൂടെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. സോ ഈ ഒരു വ്ളോഗ് ഈദിൻ്റെ അന്ന് ഷൂട്ട് ചെയ്ത കുറച്ച് ക്ലിപ്സാണ്. അന്ന് പ്രത്യേകിച്ച് കാര്യപരിപാടീസോ ട്രിപ്പോ അങ്ങനത്തെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ക്ലിപ്സ് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഗീവ് അവേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ ഹൈലൈറ്റ് തന്നെ ഗീവ് അവേ വിന്നർ അനൗൺസ്മെൻ്റ് ആണ്. സോ നമുക്കതിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത് ലെറ്റർ എ ജേണൽ ഗിഫ്റ്റ് കൊടുക്കാനുള്ള വിന്നറിനെയാണ്. ആ ഒരു ഷോർട്സിൽ ഓൾമോസ്റ്റ് 434 സംതിങ് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അതിൽ നിന്നും റാൻഡമായിട്ടാണ് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ റാൻഡമായിട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഒരാളെ സെലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. റാൻഡം സെലക്ഷൻ ആയതുകൊണ്ട് നമ്മൾ കുറേ സ്ക്രോൾ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ആരാണോ കമൻറ്റ് ഇട്ടേക്കുന്നത് അയാളായിരിക്കും വിന്നർ. അങ്ങനെ ഞാൻ കുറേ സ്ക്രോൾ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്തപ്പോൾ കിട്ടിയ കമൻറ്റ് ഇതാണ്. അൻഷ അസ്ലി എന്നുള്ള ഒരു അക്കൗണ്ടിൽ നിന്നാണ് കമൻറ്റ് ഇട്ടിട്ടുള്ളത്. എ വെച്ചിട്ടാണ് ആളുടെ നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എ ലെറ്റർ ജേണൽ ഗീവ് അവേ വിന്നർ അൻഷ അസ്ലിയാണ്. കൺഗ്രാജുലേഷൻസ് അൻഷ. ആൻഡ് ബാക്കിയുള്ളവർ ആരും വിഷമിക്കേണ്ട, ഞാൻ വേറെയും കുറേ ഗീവ് അവേസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെന്തായാലും നിങ്ങൾക്ക് വിന്നർ ആവാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വിന്നറിനെ സെലക്ട് ചെയ്യാം. അതായത് നമ്മുടെ മന്ത്ലി വിന്നർ, അതായത് ഓരോ മാസവും നമ്മൾ ഗീവ് അവേ ഏറ്റവും കൂടുതൽ കമൻറ്റ് ഇടുന്നവരെ സെലക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ടോപ്പ് കമൻറ്റേഴ്സ് ആയിട്ട് 6 പേരാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കുന്ന 6 പേരാണ് നമ്മുടെ ചാനലിൽ ഓൾമോസ്റ്റ് 100+ കമൻറ്റ് ഇട്ട് ടോപ്പ് കമൻറ്റർ പൊസിഷനിലേക്ക് വന്നിട്ടുള്ളത്. ഈ 6 പേരാണ്. ഈ 6 പേരും ഒരുപാട് കമൻറ്റ് ഇട്ടിട്ടുള്ളത് കൊണ്ട് നമ്മൾ ലോട്ടിട്ട് നറുക്കിട്ടാണ് വിന്നറെ സെലക്ട് ചെയ്യുന്നത്. 6 പേരുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരാളെ അങ്ങനെ ഇഷ്ടപ്രകാരം ചുമ്മാ അങ്ങ് ചൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്ക് 6 പേരെ അങ്ങനെ പേഴ്സണലി പരിചയമില്ലാത്ത, എനിക്ക് ഒട്ടും അറിയില്ലാത്ത ആളുകളാണ്. നിങ്ങളിനി പരിചയമുള്ളവർക്ക് മാത്രമാണോ ഗീവ് അവേ കൊടുക്കുന്നത്, ഗീവ് അവേ തട്ടിപ്പാണോ, അങ്ങനെ ഒന്നും ആരും ചിന്തിക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഞാൻ 6 പേരുടെ പേര് ഒരു 6 ലോട്ടിലാക്കി എഴുതി കുറി പോലെ ഇട്ട് എൻ്റെ കസിനെ കൊണ്ടാണ് ഞാൻ ആ ഒരു ലോട്ട് എടുപ്പിച്ചിട്ടുള്ളത്. മൊയ്തീൻ, ഹാജത്ത്, കഡിൽ ഓഫ് സ്കൈ, സിൻഡ്രല്ല, ഹസീന ഹസി, ഫരീദ പൊന്മണി, ഈ 6 പേരാണ് നമ്മുടെ വിന്നറാവാൻ നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഞാൻ മടക്കി ഒരു കുറിയാക്കിയിട്ട് എൻ്റെ കസിനെ കൊണ്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, ഞാനല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വിന്നർ ആരാന്ന് നോക്കാം. അപ്പോൾ ഫരീദ പൊന്മണി എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടാണ് വിന്നർ ആയിട്ടുള്ളത്. അപ്പോൾ കൺഗ്രാജുലേഷൻസ് ഫരീദ പൊന്മണീസ് വേൾഡ് എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആൾ 100+ കമൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. ഒരുപാട് കമൻറ്റ് ഉണ്ട്, എത്രയാണെന്ന് എണ്ണാൻ പറ്റിയിട്ടില്ല. സോ 2 വിന്നേഴ്സിനും കൺഗ്രാജുലേഷൻസ്, ഫരീദ പൊന്മണി ആൻഡ് അൻഷ അസ്ലി. ഇനി ബാക്കിയുള്ളവരോടാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. ആരും വിഷമിക്കേണ്ട, സീരിയസ്ലി ഞാൻ പറയുകയാണ്. ഞാൻ വേറെയും ഗീവ് അവേ നടത്തുന്നുണ്ട്. കുഞ്ഞു ഗീവ് അവേ ആയിട്ടും വലിയ മെഗാ ഗീവ് അവേ ആയിട്ടും പിന്നെ അതുപോലെ മന്ത്ലി ഗീവ് അവേ, ഞാൻ പറഞ്ഞ എല്ലാ മാസവും ഏറ്റവും കൂടുതൽ കമൻറ്റ് ഇടുന്നവരിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഗീവ് അവേ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരുപാട് ഗീവ് അവേ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതിന് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനിടുന്ന വീഡിയോ ഒക്കെ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താലാണ് എനിക്ക് ഇനിയും നിങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.